ഹായ് ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ കണ്ണൂരോളം. ഇന്നത്തെ ഒരു സ്പെഷ്യൽ വീഡിയോ ആണ്. ഇന്ന് കഴിഞ്ഞ ദിവസം സെപ്റ്റംബർ 16-ാം തീയതി ഞങ്ങളുടെ വെഡ്ഡിങ് ആനിവേഴ്സറി ആയിരുന്നു. അപ്പോൾ ആ ദിവസത്തെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. നമ്മൾ രാവിലെ തന്നെ ഒരുങ്ങുന്നതാണ് ഈ കാണുന്നത്. എനിക്ക് മുല്ലപ്പൂവിനോട് ഒരു പ്രത്യേക ഇഷ്ടമാണ്. അപ്പോൾ വെഡ്ഡിങ് ആനിവേഴ്സറി പിന്നെ ബർത്ത്ഡേ ഉള്ള ദിവസങ്ങളിൽ മുല്ലപ്പൂ വാങ്ങാറുണ്ട് പുറത്തെല്ലാം പോകുമ്പോൾ. ഇത് ഇന്ന് രാവിലെ വാങ്ങിയതാണ് കേട്ടോ ഈ മുല്ലപ്പൂ. അപ്പം മുല്ലപ്പൂ എല്ലാം ഇട്ട് സാരിയെല്ലാം ഇട്ട് നമ്മളങ്ങനെ റെഡി ആയിട്ടുണ്ട്. നമ്മുടെ കല്യാണം കഴിഞ്ഞത് തലശ്ശേരി ജഗന്നാഥ ക്ഷേത്രത്തിൽ വെച്ചിട്ടാണ്. എല്ലാ വർഷവും സെപ്റ്റംബർ 16-ന് നമ്മൾ ക്ഷേത്രത്തിലേക്ക് പോകാറുണ്ട്. അവിടെ പോയിട്ടേ വേറെ എവിടെയും പോകാറുള്ളൂ. എല്ലാ വർഷവും നമ്മൾ ഫസ്റ്റ് ഈ ക്ഷേത്രത്തിലേക്ക് പോയി എന്നിട്ട് നേരെ എവിടെയെങ്കിലും നമുക്ക് സന്തോഷിക്കാൻ പറ്റിയ ഏതെങ്കിലും ഒരു സ്ഥലത്തേക്ക് പോയിട്ട് പിറ്റേ ദിവസം ഒക്കെയാണ് വരാറുള്ളത്. പക്ഷേ ഇത്തവണ വർക്കുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം ഉള്ളതുകൊണ്ട് രാത്രി തന്നെ തിരിച്ചു വരണം. അപ്പോൾ നമ്മൾ ഇറങ്ങിയപ്പോൾ എടുത്ത കുറച്ച് ഫോട്ടോസും കാര്യങ്ങളെല്ലാം ഇപ്പോൾ ഈ കാണിച്ചുകൊണ്ടിരുന്നത് കേട്ടോ. സാരിയും മാലയും എല്ലാം ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ. കമൻറ്റൊന്നും നിങ്ങളാരും ചെയ്യില്ല, എല്ലാവരും വീഡിയോ കാണൽ മാത്രമേ ഉള്ളൂ, കമൻറ്റൊന്നും ചെയ്യലില്ല. അപ്പോൾ നമ്മൾ നേരെ നമ്മളെ പുതിയ റോഡ് വഴി ജഗന്നാഥ ക്ഷേത്രത്തിലേക്ക് പോവാണ് കേട്ടോ. ആ ക്ഷേത്രത്തിൻ്റെ പരിസരമെല്ലാം നല്ല നല്ല വ്യൂ ഉള്ള ഒരു സ്ഥലമാണ്. നല്ല വയലിൻ്റെ നടുക്കൂട്ട ആ ക്ഷേത്രത്തിൻ്റെ അടുത്തേക്കുള്ള റോഡ് അങ്ങനെയല്ല ഇത് ഈ കാണുന്നത്. നല്ലൊരു കുളിർമ കിട്ടുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ നമ്മൾ ആ കാണുന്നതാണ് ക്ഷേത്രത്തിൻ്റെ അടുത്തെത്തി. ജഗന്നാഥ ക്ഷേത്രത്തെക്കുറിച്ചിട്ടുള്ള വീഡിയോ എല്ലാം ഞാൻ എൻ്റെ ചാനലിൽ മുന്നേ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്ന് പിന്നെ ജസ്റ്റ് നമ്മൾ തൊഴാൻ പോകുമ്പോൾ എടുക്കുന്ന കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ കേട്ടോ. ഈ ക്ഷേത്രത്തിലെത്തുമ്പോൾ എന്തോ ഒരു പ്രത്യേക ഒരു ഇഷ്ടം, പ്രത്യേക ഒരു ഫീലാണ് എനിക്ക് ഈ ക്ഷേത്രത്തിനോട്. ഈ സ്ഥലം നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഇടമാണിത്. അപ്പോൾ നമ്മളെ ഫസ്റ്റ് ഈ ദിവസം ഇവിടെ വരാണ്ട് പിന്നെ എവിടെ പോകാനാണ്. അപ്പോൾ നമ്മളങ്ങനെ തൊഴുതു. ഇതാണ് നമ്മളെ താലികെട്ട് നടന്ന ആ മണ്ഡപം. നമ്മളെല്ലാ തവണയും ഇവിടെ നിന്നിട്ട് ആ സമയത്തിനെ ഓർമ്മിച്ച് എന്തെങ്കിലുമെല്ലാം നമ്മളിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കും. ഇവിടെ വെച്ചിട്ടായിരുന്നില്ലേ അങ്ങനെയെല്ലാം പറഞ്ഞിട്ട് നമ്മളിങ്ങനെ എല്ലാ പ്രാവശ്യവും ആ മണ്ഡപത്തിലും കൂടി കയറി നിന്നിട്ട് മാത്രമേ അവിടെ നിന്ന് തിരിച്ചു വരൂ. അപ്പോൾ നമ്മളങ്ങനെ തൊഴിലും പ്രാർത്ഥനയെല്ലാം കഴിഞ്ഞിട്ട് അവിടെ നിന്ന് മടങ്ങി കേട്ടോ. പിന്നെ ഇനി നമുക്ക് പോകാനുള്ളത്, ഇന്നലെ രാത്രി എനിക്ക് സർപ്രൈസായിട്ടൊരു ഗിഫ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു, ഒരു ഡ്രസ്സ്. അപ്പോൾ ആ ഡ്രസ്സ് എനിക്ക് സൈസ് ഞാനില്ലാണ്ട് തരാൻ വേണ്ടി സർപ്രൈസായിട്ട് വാങ്ങിയതാണ്. അപ്പോൾ സൈസ് എനിക്ക് കറക്റ്റല്ല. അപ്പോൾ നമ്മളത് ചേഞ്ച് ചെയ്യണം. അപ്പോൾ അവിടത്തേക്ക് കൂടി പോകുന്നതാണ്. ഫാമിലിയിൽ നിന്നാണ് എടുത്തത്, കണ്ണൂർ. അപ്പോൾ അവിടെ പോയിട്ട് എനിക്ക് എൻ്റെ ഹസ്ബൻഡ് എനിക്ക് ഇഷ്ടപ്പെട്ടിട്ട് കൊണ്ടു തന്നതല്ലേ. അപ്പോൾ എനിക്കത് ചേഞ്ച് ചെയ്യാൻ ഇഷ്ടമുണ്ടായിട്ടില്ല. പക്ഷേ സൈസ് കണക്കാവാണ്ട് എന്ത് ചെയ്യാനാണ്. അപ്പോൾ അതിൻ്റെ തന്നെ സൈസ് വലുത് എടുക്കാൻ വേണ്ടിയാണ് പോയത്. പക്ഷേ അതിൻ്റെ സൈസ് വേറെ ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് വേറൊരു പീസ് എടുക്കേണ്ടി വന്നു. പിന്നെ ഓണം, നബിദിനം അങ്ങനെയുള്ളതെല്ലാം കഴിഞ്ഞ് ഇപ്പോൾ സീസണൊന്നുമല്ലല്ലോ, തിരക്കൊന്നെല്ലാം വളരെ കുറവായിരുന്നു. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് അവിടെ നിന്ന് ഇറങ്ങാൻ പറ്റി. പിന്നെ നമ്മളെ ബാംഗ്ലൂർ ജ്യൂസി അവിടെ പോയി ജ്യൂസെല്ലാം കഴിച്ചു. അവിടെ കുറേ സമയം വർത്തമാനം പറഞ്ഞിരുന്നു. അതിനുശേഷം ഫുഡ് കഴിക്കാൻ പോയി കേട്ടോ. ഈ റെസ്റ്റോറൻറ്റ് ഏതാണെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യണേ. കണ്ണൂർ തന്നെ ഉള്ളതാണ്. കമൻറ്റ് ചെയ്യാനൊന്നും ആരും മടിക്കരുത്. ഇതിൻ്റെ ഉത്തരമെങ്കിലും കമൻറ്റ് ചെയ്യണം കേട്ടോ. കമൻറ്റ് ചെയ്യലെല്ലാം കുറവാണ്, അതുകൊണ്ടാണ് പറഞ്ഞത്. ഇത് കണ്ണൂർ തന്നെയാണ്. ഏതാ റെസ്റ്റോറൻറ്റ് എന്ന് പറയണേ. കണ്ണൂർ പിന്നെ നമ്മൾ തളിപ്പറമ്പുള്ള MRIൻ്റെ എല്ലാം അതേ ഒരു സെറ്റിങ്സാണ് ഇവിടെ. MRIയിലാണ് ഇരിക്കുന്നതെന്ന് തോന്നിപ്പോവും. അങ്ങനെയുള്ളൊരു റെസ്റ്റോറൻറ്റ് കണ്ണൂരുള്ളത്. അപ്പോൾ അവിടെ നമ്മൾ ഫുഡ് കഴിച്ചു. പിന്നെ ഉച്ചയ്ക്ക് ശേഷം നമ്മൾ ഈവനിങ്ങിൽ നമ്മൾ പറശ്ശിനിക്കടവ് ഒരു ഫ്ലോട്ടിംഗ് റെസ്റ്റോറൻറ്റ് അവിടെ പോകണമെന്ന് കുറച്ച് ദിവസം മുന്നേ വിചാരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ പറശ്ശിനിക്കടവ് പോയി മുത്തപ്പനെല്ലാം കണ്ടതിന് ശേഷം സന്ധ്യയ്ക്ക് ശേഷം രാത്രി ടൈം ഫ്ലോട്ടിംഗ് റെസ്റ്റോറൻറ്റിൽ സ്പെൻഡ് ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ അതുപോലെ നമ്മൾ പറശ്ശിനിക്കടവ് എത്തിയപ്പോൾ വെറുതെ ഈ ഒരു കലാപരിപാടി പറശ്ശിനി പോലെ മസ്റ്റാണല്ലോ. അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ ചായ കുടിക്കാൻ വേണ്ടി നമ്മളാ ചായയും പ്രസാദവും ഇല്ലേ അത് കഴിച്ചു. അതിന് ശേഷം അപ്പോൾ മുത്തപ്പൻ ഇറങ്ങാൻ കുറച്ചുകൂടി ടൈം എടുക്കും. അപ്പോൾ കുറച്ച് സമയം അവിടെ മറ്റേ ബോട്ടിലെല്ലാം കയറണം എന്നെല്ലാം ഉണ്ടായിരുന്നു. പക്ഷേ ബോട്ടിൽ നമുക്ക് ആൾക്കാർ കുറവായിരുന്നു. ആ ഒരു സമയത്ത് ആൾക്കാർ കുറവായിരുന്നു. പിന്നെ കുറച്ച് ആൾക്കാരായിട്ട് ബോട്ട് ഓടൂലല്ലോ. അതുകൊണ്ട് നമ്മൾ പിന്നെ കുറച്ച് അവിടെ നല്ല സ്ഥലമല്ലേ, അവിടെ കുറച്ച് സമയം ഇരുന്ന് ഫോട്ടോസെല്ലാം എടുത്ത് അങ്ങനെ കുറച്ച് സമയം അവിടെ സ്പെൻഡ് ചെയ്തു. പിന്നെ അതിന് ശേഷം മുത്തപ്പൻ ഇറങ്ങിയപ്പോൾ നമ്മൾ
മുത്തപ്പനെ കണ്ടു. മുത്തപ്പൻ ഇറങ്ങുന്ന സമയത്ത് നല്ല തിരക്കായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞപ്പോൾ നമ്മൾ മുത്തപ്പൻ്റെ അടുത്ത് പിന്നെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി ഇത് ഫ്ലോട്ടിംഗ് റെസ്റ്റോറൻറ്റ് ഞാൻ നേരത്തെ പറഞ്ഞത് അവിടത്തേക്ക് പോയി കേട്ടോ. അപ്പോഴത്തേക്ക് നല്ല സന്ധ്യ ഇരുട്ടായിട്ടുണ്ടായിരുന്നു. ഇതാണ് ആ ഫ്ലോട്ടിംഗ് റെസ്റ്റോറൻറ്റ്. നേരെ ബോട്ട് ജെട്ടീൻ്റെ അവിടുന്ന് നേരെ പിന്നെയും കുറച്ചുകൂടി അങ്ങോട്ട് തന്നെ നടന്നാൽ എത്തി. അപ്പോൾ ഇതാണ് കേട്ടോ, നല്ല ഭംഗിയുണ്ട്, കാണാനെല്ലാം നല്ല ഭംഗിയുണ്ട് കേട്ടോ. രാത്രിയാകുമ്പോൾ മാത്രമേ ഇതിൻ്റെ ഈ ഭംഗി ആസ്വദിക്കാൻ പറ്റുള്ളൂ. നേരത്തെ നമ്മൾ വന്ന് നോക്കിയിരുന്നു, അപ്പോൾ ലൈറ്റൊന്നും ഇല്ലാണ്ട് ഇത്ര ഭംഗിയൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇപ്പം ഈ നമ്മൾ ഇവിടുന്ന് നോക്കുമ്പോൾ ആ പാലമില്ലേ, ഈ വാഹനമെല്ലാം പോകുന്ന ആ പറശ്ശിനി പാലം, ആ പാലം ഇവിടുന്ന് നോക്കുമ്പോൾ അങ്ങ് കാണാൻ പറ്റും. ഇതൊരു സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് ഞാൻ ചെയ്യണമെന്നെല്ലാം ഞാൻ മുന്നേ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇന്നാണ് ഇവിടെ എത്തിയത്, അതുകൊണ്ട് ഈ വീഡിയോൻ്റെ കൂടെ ഇതും കൂടി ഉൾപ്പെടുത്തുന്നതേ ഉള്ളൂ കേട്ടോ. പിന്നെ ഇങ്ങനെ കുറേ സീറ്റെല്ലാം ഉണ്ട്. പിന്നെ ഫോട്ടോസെല്ലാം എടുക്കാനും എല്ലാം പറ്റിയ നല്ല സ്പോട്ടെല്ലാം ഉണ്ട്. അപ്പം നമ്മളൊരു ജ്യൂസും ഫുഡെല്ലാം കഴിച്ചു. പിന്നെ അങ്ങനെ ഒരു 9 മണി സമയം വരെ നമ്മൾ അവിടെ ഉണ്ടായിരുന്നു. 11 മണി വരെയാണ് അവരെ ടൈം. രാവിലെ 11 മണി മുതൽ രാത്രി 11 മണി വരെ. പക്ഷേ സന്ധ്യയ്ക്ക് ശേഷമാണ് ഏറ്റവും നല്ല വ്യൂ. അപ്പോൾ വെഡ്ഡിങ് ആനിവേഴ്സറി ആയ ദിവസം മുഴുവൻ സമയവും നമ്മൾ ഒരുമിച്ചുണ്ടായിരിക്കുക എന്നുണ്ടായിരുന്നു നമ്മളെ ആഗ്രഹം. നമ്മളെ സംബന്ധിച്ച് അതിനേക്കാൾ പ്രീഷ്യസായ വേറെ ഒരു കാര്യമില്ല. അപ്പോൾ കഴിഞ്ഞ വർഷങ്ങളിലെല്ലാം അങ്ങനെ തന്നെയായിരുന്നു. ഇനിയും അങ്ങനെ തന്നെ തുടരാൻ ഒരുപാട് കാലം ഇതുപോലെ തുടരാൻ ഭാഗ്യം ഉണ്ടാവണമെന്ന് സ്വയം പ്രാർത്ഥിക്കുന്നു. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. വീഡിയോ കണ്ട് ഇഷ്ടമായെങ്കിൽ കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഒന്നും മറക്കരുത്. നമ്മുടെ ആ ദിവസം എടുത്ത കുറച്ച് ഫോട്ടോസ് കൂടി ഞാനിതിൻ്റെ കൂട്ടത്തിൽ ആഡ് ചെയ്യാം. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. ബൈ ബൈ.